സുഹൃത്തുക്കളെ, 1975 നമ്മുടെ കൊടൈക്കനാലിൽ ഗുണ കേവ് എന്ന് പറയുന്ന ഒരു ഗുഹയുണ്ട്. അതിനെ ഡെവിൾസ് കിച്ചൺ എന്നുള്ള പേര് കൂടിയുണ്ട്. ഒരു വളരെ ചെങ്കുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ആ ഒരു ഗുണ കേവ് എന്നുള്ള പേര് വരാൻ കാരണം 1991 നമ്മുടെ ഗുണ എന്ന് പറയുന്ന ഒരു സിനിമ അവിടെ വെച്ച് ചിത്രീകരിച്ചത്. കമലഹാസന്റെ ചിത്രമായിരുന്നു ഗുണ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു പ്രണയവും അവിടേക്ക് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും അവരുമായിട്ടുള്ള പ്രണയവും മറ്റുമായിട്ട് ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. എന്തൊക്കെയാലും അതിനുശേഷം ആ ഒരു ഗുഹയ്ക്ക് ഗുണ കേവ് എന്ന് പറയുന്ന ഒരു പേര് വഴിയുണ്ടായി. പക്ഷേ അതിനൊക്കെ മുമ്പ് എങ്ങോട്ടാണ് അവിടെ ഒരു വലിയ സംഭവം ഉണ്ടായത്. 1975 12 കുട്ടികള് 12 യുവാക്കള് ആ ഒരു മലയിലേക്ക് കയറി. ആ ഒരു ഗുണ കേവിലേക്ക് ഒപ്പം പോകാൻ വേറൊരു മനുഷ്യൻ കൂടി ഉണ്ടായിരുന്നു. 13ാമത്തെ ഒരാൾ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത് അത് സെൽവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. സെൽവൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇവരുടെ ഗൈഡും ഒപ്പം തന്നെ ഡ്രൈവറൊക്കെ ആയിട്ടുണ്ടാകുന്നത്. പക്ഷേ ഈ പോയ 12 പേരെയും പിന്നീട് തിരിച്ചു വന്നില്ലെന്നാണ്. ആ ഗുഹയിലേക്ക് എവിടേക്കോ അവർ അപ്രത്യക്ഷമാവുകയും അവരെ ബോഡി പോലും കിട്ടാതിരുന്നു എന്നാണ് കേൾക്കുന്ന ഒരു ചരിത്രവും കഥയും. എന്തൊക്കെയായാലും ഈ കഥ അങ്ങനെ ഇരിക്കെ നമ്മുടെ മുമ്പിലേക്ക് ഒരു പുതിയ സിനിമ വരുന്നുണ്ട്. ആ സിനിമയുടെ പേര് മാനുവൽ ബോയ്സ് എന്നാണ്. മാനുവൽ ബോയ്സിന്റെ പോസ്റ്റർ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11 പേരെ നമുക്ക് കൃത്യമായിട്ടും ആ ഒരു ചിത്രത്തിൽ കാണാം. ഒരു പക്ഷേ 12ാമത്തെ ആളെന്ന് പറയുന്നത് ആ ഒരു ചിത്രം ഫോട്ടോ എടുത്ത ആളെന്ന് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ 12 പേരുടെ കഥ തന്നെയാണോ? പണ്ടെങ്ങാണ്ട് സംഭവിച്ച 12 പേർക്ക് നഷ്ടപ്പെട്ട ആ ഒരു നഷ്ടപ്പെടലിന്റെ കഥയാണോ? അവര് മിസ്സിംഗ് ആയി പോയതിന്റെ കഥയാണോ നമ്മുടെ മുമ്പിലേക്ക് മാനുവൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രവുമായിട്ട് വരുന്നതെന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്. ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പറവ ഫിലിംസ് ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. സൗബിനൊക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമ സംവിധാനം ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് ഇറക്കുന്ന ചിദംബരം എന്ന് പറയുന്ന മനുഷ്യനാണ്. ചിദംബരം എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ഒരു സിനിമയുടെ കഥയും സംവിധാനമൊക്കെ ചിത്രീകരിച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്തൊക്കെയായാലും ഇങ്ങനെ നോക്കുന്ന സമയത്ത് പണ്ടെങ്ങാണ്ട് നഷ്ടപ്പെട്ടു പോയ ആ ഒരു 12 കുട്ടികളുടെ ആ 12 യുവാക്കളുടെ കഥയാണോ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമുക്ക് സംശയിക്കാവുന്നതാണ്. ഒപ്പം തന്നെ സുഷിൻ ശ്യാമാണ് ഇതിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് മാനുവൽ ബോയ്സ് അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ്. സ്ഥിരമായിട്ടുള്ള ഒരു തരം സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആണ് അദ്ദേഹം സിനിമയ്ക്ക് ചെയ്തിരുന്നത്. അതെല്ലാം കവിഞ്ഞ് ഒരു പ്രത്യേക തരത്തിലുള്ള മ്യൂസിക് ഈ ഒരു സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ടെന്നും നമ്മുടെ സിനിമാ മേഖലയിലെ ഈ മ്യൂസിക് തലത്തിലും അതുപോലെ സിനിമാ രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള സിനിമയായിട്ട് മാനുവൽ ബോയ്സ് മാറുമെന്നാണ് അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പക്ഷേ ഈ ഒരു ഫെബ്രുവരി കാലത്തിൽ ഏറ്റവും കൂടുതൽ ഓടാവുന്ന സിനിമകളിൽ ഒന്നായിട്ട് മാനുവൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ മാറാൻ സാധ്യതയുണ്ട്. ഒരു 12 കുട്ടികളുടെ ഒരു ഭീകരമായിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ, അതിന്റെ ഭാഗമായി സംഭവിച്ച ഒരു വലിയ നഷ്ടം. എന്തായാലും സിനിമ ഇറങ്ങട്ടെ. കഥ ഇത് തന്നെയാണോ എന്ന് നമുക്ക് സിനിമ ഇറങ്ങിയതിനു ശേഷം ചർച്ച ചെയ്യുകയും പറയുകയും ചെയ്യാം. ബൈ.